പരമപ്രകാശമേ ശരണം നീ നിത്യം. സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ യാതൊര സൂത്രമീണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ നിത്യം. ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടിക്കാൻമാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേഹം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദിനായ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ. സമരാദി കൃഷ്ണകളാകവേ നീങ്ങി സമതയും ശാന്തിയും ക്ഷേമവും ജനതയും കൈകോട്ടി നന്ദി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി നരലോകം എപ്പോഴും ആനന്ദം തേടി വിജയിക്കാൻ നിന്തിരുനാമങ്ങൾ പാടി അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും പുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. അയ്യോ എന്താമേ എന്താ പറ്റി? എന്താ മനുഷ്യ കാണിച്ചത്? വത്സമാഷം മാവിന്ന് വീണു. അതിന് എന്നെ തള്ളിട്ട് എന്തിനാ? നീ കുറുകച്ചാൽ എന്റെ കുഴപ്പമാണോ? പശുവിന് എന്നെ എന്ത് കൊടുക്കും ചേശ്വര? ഓ കറവയില്ലാത്ത പശു അല്ലേ, ഒന്നും കൊടുക്കണ്ട. നമ്മുടെ സ്കൂളിലെ വത്സമാഷാണോ മാവിന്ന് വീണത്? പിന്നെ ഏത് വത്സമാഷം ഇരിക്കുന്ന മാവിന്ന് വീഴാൻ? സ്കൂളിലെ മാവിന്നാണോ? അതല്ലേ കുഴപ്പമായത്. 19 അടി മോളിന്നാ നടുവൊടിഞ്ഞു കാണും. സ്വന്തം സ്കൂളിലെ ഒരു മാഷ് മാവിന്ന് വീണെന്നറിഞ്ഞ അങ്ങോട്ട് പോയി നോക്കണ്ട ഇങ്ങോട്ട് ഓടി വരിക വേണ്ടത്. ഇടി അങ്ങോട്ട് എന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറയും. കാറിന്റെ കൂലിയും ഡോക്ടറുടെ ഫീസും എന്റെ തലേ വരും. ഈ പ്രാവശ്യം എന്തിനാ മാവേ കയറിയത്? DPEP. ഇടി ഇപ്പൊ നമ്മുടെ സ്കൂളിൽ DPEP വിദ്യാഭ്യാസം അല്ലേ. പണ്ടൊക്കെ മാഷന്മാര് കുട്ടികളെ പഠിപ്പിക്കും. ഇപ്പൊ മറിച്ചാ കുട്ടികൾ പറയും മാഷന്മാരനുസരിക്കും. ഏതോ ഒരു DPEP ചെക്കൻ മാഷ മാവേ കയറി എങ്ങനെയാ മാങ്ങാ പറിക്കുന്നു ചോദിച്ചപ്പോ ഈ കൂഷ്മാണ്ട മാഷ അള്ളി പിടിച്ച് മാവേ കയറി എന്നാ പറയുന്നത്. എന്റെ വാരഫലത്തിൽ ആകസ്മികമായി ഒരു ഭാഗ്യം കൈവരുമെന്ന് പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇടി വത്സം മാഷക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒഴിവിൽ വേറെ ആളെ ചേർക്കാം. ഒരു സീറ്റിന് ഇപ്പോഴത്തെ റേറ്റ് എത്രന്നാ വിചാരം? ഓരോ മാനേജന്മാർ പറയുന്നത് കേട്ട കൊതിയാവും.
4 ലക്ഷം രൂപയാ. ഭഗവാനെ രക്ഷിക്കണേ. അയ്യോ, അത് വത്സം മാഷെ കൊണ്ട് ആശുപത്രി പോകുന്ന കാറായിരിക്കും. മോളെ അച്ഛൻ കൊച്ചി പോയെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ വത്സം മാഷ് മാവേന്ന് വീണു. ദേശം ഗുരുതരാണെന്ന് തോന്നണേ. മാനേജറില്ലേ? അച്ഛനകത്തുണ്ട്. സംഗതി അറിഞ്ഞു. സ്കൂളിലേക്ക് പുറപ്പെടാൻ നിൽക്കായിരുന്നു. ആ, ഞാൻ സംഭവം പറഞ്ഞ് ഞെട്ടിപ്പോയി ഹെഡ്മാസ്റ്ററെ. ദേഹവാസകൾ തടച്ചു വിട്ട് ഞാൻ ഒന്ന് കിടന്നുപോയി. എന്നാലും എന്റെ വത്സം മാഷേ, നിങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ. ഈ DPP വിദ്യാഭ്യാസം കാരണം. ഭഗവാനെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് കരഞ്ഞു നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. സാറ് കാറിക്കാറ്. അയ്യോ, ഒരാള് ബോധം കെട്ടി കിടക്കുന്ന കാഴ്ച എനിക്ക് കാണാൻ വയ്യേ. നിങ്ങൾ പോയാ പോരെ. എങ്ങനെയാണ് അച്ഛൻ പേഴ്സ് എടുക്കാൻ മറന്നല്ലോ. ആശുപത്രി ചെന്ന കാശിനും വല്ല ആവശ്യം വന്നാല്. ഡ്രിപ്പ് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. ഈ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങണം. എന്തായി? ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. അവിടെ സർ, ഇത് പുറത്തുനിന്ന് വാങ്ങണം. ഇത് സർക്കാർ ആശുപത്രിയല്ലേ, മരുന്ന് ഇവിടെ തന്നെ കാണുമല്ലോ. ഈ മരുന്ന് പുറത്തുനിന്ന് തന്നെ വാങ്ങണം. എന്തിന്? ഈ സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ പുതിയ നിങ്ങളുടെ പണമാണല്ലോ. ഡോക്ടർ, ഈ മരുന്ന് വെളിയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല എന്നാ ഇവര് പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് തോളലിന് ഫ്രാക്ചർ ഉണ്ടോ സംശയമുണ്ട്. ചത്തുപോകുമോ ഡോക്ടർ? MRI സ്കാൻ ചെയ്യണം. ഇവിടെ അതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. അയ്യോ, അപ്പൊ വഴി കിടന്ന് ചത്തുപോയാലോ ഡോക്ടർ? ചത്തുപോകുന്ന കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വത്സം മാസ്റ്റർ ജീവൻ ഞങ്ങൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ഡോക്ടർ. എങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കണം. ഈ സ്കാനിങ്ങിനൊക്കെ ഒരുപാട് കാശാകുമോ ഡോക്ടർ? ഓളലിന്റെ മാത്രമല്ല, നട്ടെല്ലിന്റെ കാൽമുട്ടിന്റെ ഒക്കെ എടുക്കേണ്ടി വരും. ഓ, കാൽമുട്ടൊന്നും സാരമില്ല. അത് പിന്നെ നമ്മള് അല്ലേ. ഈ ആരാ? ഞങ്ങളുടെ സ്കൂളിന്റെ മാനേജരാ. ആണോ? അതെ. യു ആർ ഇറിറ്റേറ്റിംഗ് ടു മച്ച്. കൈക്കൂലി കൊടുക്കാത്തൊരു ദേഷ്യവാ. സാർ, കോഴിക്കോടുണ്ട്. സ്കാനും എടുക്കാം, മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. നമ്മളത് കേട്ട് ചാടരുത്. ഒരു 50 രൂപ കൈവച്ച് കൊടുക്കാവോ? എവിടെയും കൊണ്ടുപോകണ്ടെന്ന് യവന്മാര് തന്നെ പറയും. അങ്ങനെ പറയരുത് സാർ. ഡോക്ടർ പറയുന്നത് അനുസരിക്കാതെ വല്ല കുഴപ്പം പറ്റിയാലോ? എന്നാ നിങ്ങളുടെ നിൽക്കേ, ഞാൻ ആളെ കണ്ടിട്ട് വരാം. യെസ്, കമിൻ. ഡോക്ടർ, എന്ത് വേണം? ആ മാവേന്ന് വീണ് പരിക്ക് പറ്റിയ വത്സം മാഷില്ലേ, അയാൾക്ക് 4 പെൺമക്കളാ. തുച്ഛമായ ശമ്പളം കൊണ്ട് വേണം 6 പേരടങ്ങുന്ന ആ കുടുംബം പുലരാൻ. മരുന്ന് വാങ്ങാനും കോഴിക്കോട് കൊണ്ടുപോകാനും ഒക്കെ ആ കുടുംബം പിച്ച എടുക്കേണ്ടി വരും. അതിലും നല്ലത് ദയവ് ചെയ്ത് ഡോക്ടർ ദേഷ്യപ്പെടരുത്. സമാധാനമായിട്ടും സന്തോഷമായിട്ടും ആ ജീവൻ മേലോട്ട് പോകാൻ സമ്മതം. ഡോക്ടർ, ഗെറ്റ് ഔട്ട് ഐ സേ. ഭാഗ്യത്തിന് വത്സം മാഷ് മരിച്ചില്ല. മരിച്ചിരുന്നെങ്കിൽ എല്ലാറ്റിന്റെയും പേര് കൊലക്കുറ്റത്തിൽ കേസെടുത്തന്നെ. ഈ DPP ആണെന്ന് പറഞ്ഞ എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ? അകാലവൃദ്ധനും മാർഗക്ഷീണനുമായ ഈ വത്സം മാഷിനെ മാവ് കയറ്റത് ശുദ്ധ സമ്മാർത്ഥമാണെന്ന് പറയാതെ വയ്യ. മാഷേ, DPP കുട്ടികളോട് കർക്കശമായ ഭാഷ ഉപയോഗിക്കാൻ പാടില്ല. മാഷ് മിണ്ടാതിരിക്കണം. ഈ വ്യക്തികൾ നാളെ എന്നോടോ നിങ്ങളോടായിരിക്കും മാവ് കയറാൻ പറയാ. അപ്പോഴെന്ത് ചെയ്യും? വത്സം മാഷ് മാവേന്ന് വീണെന്ന് കരുതി എല്ലാ മാഷന്മാരും വേണമെന്നില്ലല്ലോ. ആനി ടീച്ചർ മാവേ കയറണമെന്ന് പിള്ളേർ പറഞ്ഞാലോ? മാവേ കയറേണ്ട കാര്യത്തിൽ ലിംഗ വ്യത്യാസം നോക്കേണ്ട കാര്യമില്ല. എന്നോട് ആരെങ്കിലും മാവേ കയറാൻ പറഞ്ഞവന്റെ മോന്തക്കിട്ട് ഞാൻ വീക്കും. ടീച്ചർ സൂക്ഷിച്ച് സംസാരിക്കണം. ഈ പറഞ്ഞത് വേൾഡ് ബാങ്ക് കാട്ടാൽ ടീച്ചറുടെ കാര്യം പോക്കാ. എന്റെ കിട്ടിയവൻ പട്ടാളക്കാരൻ ഗ്ലേറ്റസാ, വേൾഡ് ബാങ്ക് അല്ല. നമ്മളിപ്പോ എന്തിനാ ഇവിടെ കൂടിയിരിക്കുന്നത്? നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പിള്ളേർ ചില കാര്യങ്ങൾ ഉപദേശിക്കാൻ. കഴിഞ്ഞ ദിവസം കുറെ പിള്ളേർ സിനിമ തിയേറ്റർ കാണണമെന്ന് പറഞ്ഞു. പോയി അവിടെ എത്തിയപ്പോ മുഴുവൻ പിള്ളേർക്കും സിനിമ കാണണമെന്ന് പറഞ്ഞു. ആര് ടിക്കറ്റ് എടുത്തു കൊടുക്കൂ? അങ്ങനെ ഒട്ടനവധി സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. സിനിമ മടുക്കുമ്പോ പിള്ളേർ പറയും ക്യാമറ കാണണമെന്ന്. അപ്പോഴോ? മാഷെ പതുക്കെ പറ. വത്സം മാഷ് മാവേന്ന് വിട സംഭവം ഒരു DPP കോണിലൂടെയാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾ വേലത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. മാഷ് DPP കോണിലൂടെ കാണുന്ന കാര്യം പിള്ളേരോട് പറ. പ്രിയപ്പെട്ട കുട്ടികളെ, വത്സം മാഷ് മാവേന്ന് വീട് തൽക്കാലം ഒരു ഭാഗ്യമാണെന്ന് പറയാം. ഒരു വഴിക്ക് 2 പക്ഷി. നമുക്കിന്ന് വത്സം മാഷ് എന്ന രോഗിയെ പോയി സന്ദർശിക്കാം. അതോടൊപ്പം ഒരു ആശുപത്രി വിശദമായ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് പഠിക്കുകയും ചെയ്യാം. എല്ലാത്തിനും